സദസ്സിന് തിയേറ്റർ ക്രിയേറ്റീവ് ഷാർജയുടെ അഭിവാദ്യങ്ങൾ. വിശ്വപ്രശസ്ത നാടകകൃത്ത് ബ്രത്തോൾ ബ്രത്തിന്റെ മദർ കറേജും അവരുടെ മക്കളും എന്ന നാടകത്തിന്റെ സ്വതന്ത്ര ആവിഷ്കാരമാണ് മദർ കറേജ്. 1600കളിൽ നടന്ന പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്കൻ യുദ്ധത്തിന്റെ 30ഓളം വർഷത്തെ വിവരണമാണ് നാടകത്തിൽ നടക്കുക. സംവേദനക്ഷമതയുടെ ആവശ്യങ്ങൾക്കായി ആ കാലഘട്ടത്തിലെ വേഷവിധാനമോ സംഗീതമോ രംഗവസ്തുക്കളോ നാടകത്തിൽ ഉപയോഗിച്ചിട്ടില്ല. സമകാലീന കാഴ്ചകളിലൂടെ ആധുനികമായ വേഷവിധാനവും രംഗവസ്തുക്കളും നാടകത്തിൽ ഉണ്ട്. ഇനി നാടകത്തിലേക്ക്. നടക്കാൻ പറ്റുമോ? അവിടെ കൈ പിടിച്ചോട്ടോ. നടക്ക്, എല്ലാവരും നടക്കും.
നീ കരയണ്ട. ഈ നശിച്ച നാട് വിട്ട് നമ്മള് പോവല്ല. യന്ത്രപക്ഷികളും തീവാറുന്ന ബോംബുകളുമില്ലാത്ത ഒരു നല്ല നാട്ടിലേക്ക് നമുക്കായി വണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്താ സയ്യ? കാറ്റ് ഏറ്റു പറഞ്ഞ ഒരു കഥ, കാറ്റ് ഏറ്റു പറഞ്ഞ ഒരു കഥ. ഗന്ധകപ്പാലപ്പൂ കരിഞ്ഞു മണക്കുന്നു. ഇനി വൈകിയാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള അവസാന വണ്ടിയിൽ പോകും. നഗരത്തിൽ എത്തണ്ടേ? അടക്ക്. എനിക്ക് എങ്ങോട്ട് രക്ഷപ്പെടണ്ട. എനിക്ക് എന്റെ സ്കൂളിൽ തന്നെ പഠിക്കണം. എന്റെ സ്കൂൾ നോക്ക. ഉമ്മ, നമ്മുടെ സ്കൂള് തുറക്കില്ലേ? യുദ്ധം അവസാനിക്കില്ലേ? നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരില്ലേ? മോൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. വേഗം നടക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ രാവിലെ 5 മണിക്കുള്ള അവസാന വണ്ടിയും നമുക്ക് നഷ്ടമാവും. പിന്നെ നമ്മളോട് ഒറ്റപ്പെടില്ലേ? സഫിയ, മോനെ വിളിച്ചു. ഈ ഗ്രാമത്തിൽ മാത്രമേ ഉള്ളൂ. പൊന്നു മോനല്ലേ, വേഗം വാ. ഉമ്മ, ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് എങ്ങോട്ട് രക്ഷപ്പെടണ്ട. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. എന്നോട് നേരാവണ്ണം പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല അല്ലടാ.
കളിക്കാനുള്ള സമയമല്ല മോനെ. നമുക്ക് ഒരുപാട് നടക്കണം. സഫിയ, മോനെ വിളിച്ചു വാ. എന്താണത്? ഞാൻ അന്ന ഫിയർലി, ജീവിതത്തിന്റെ പാതിയും യുദ്ധപ്പറമ്പിൽ അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ. കാലമത്രയും ഞാൻ താണ്ടിയ വഴികൾ ഇവിടെ കുറിച്ചിടുന്നു. വെടിമരുന്നിന്റെ പുകമണം നിറഞ്ഞ, രക്തത്തിന്റെ കറ നിറഞ്ഞ എൻ്റെ ജീവിതത്തിലെ 3 പതിറ്റാണ്ടുകളുടെ അനുഭവക്കുറിപ്പുകൾ. മഷിക്ക് പകരം ഒടുവിൽ ചിലപ്പോൾ രക്തം കൊണ്ടാകും ഈ കുറിപ്പുകൾ അവസാനിക്കുക. എങ്കിലും കാലത്തിന്റെ കരിപുരണ്ട കണക്കുകളിൽ ഞാൻ പറഞ്ഞതും ലോകം കേൾക്കണം. ഞാൻ അനുഭവിച്ചത് ലോകം അറിയണം. ബ്രത്തോൾഡ് ബ്രെത്ത് രചിച്ച മദർ കറേജും അവരുടെ മക്കളും എന്ന നാടകത്തിന്റെ സ്വതന്ത്ര രംഗഭാഷ്യം മദർ കറേജ്. ഒരു വസന്തകാലം പോളണ്ടിലെ ഡെലാസയിൽ സ്വീഡിഷ് സൈന്യാധിപൻ തന്റെ സൈന്യത്തിലേക്ക് ആളുകളെ എടുക്കുകയാണ്. മദർ കറേജ് എന്ന് പരക്കെ അറിയപ്പെടുന്ന അന്ന ഫിയർലിംഗ് എന്ന ഭക്ഷണശാലയിലെ സ്ത്രീക്ക് തന്റെ ഒരു മകൻ നഷ്ടപ്പെടുന്നു. നാടകം 1-ാം രംഗത്തിലേക്ക്. പിന്നെ കാര്യമായൊന്നും തടഞ്ഞില്ലെങ്കിൽ ഈ തണുത്ത കാറ്റത്തൊന്നും വരവിക്കാൻ ഞാനില്ല. നിങ്ങൾ ആരാണ്? കച്ചവടക്കാർ. എവിടെ നിന്ന് വരുന്നു? രണ്ടാം പ്രൊട്ടസ്റ്റന്റ് റെജിമെന്റ്. കടലാസുകൾ എവിടെ? കടലാസുകളോ? നോക്കൂ, ഇത് മദർ കറേജ് ആണ്. മദർ കറേജ് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു പേര്? ഇങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടേ ഇല്ലല്ലോ. അങ്ങനെ വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നശിച്ചത് തന്നെ എന്ന് ഞാൻ കരുതിയിരുന്ന ഒരു കാലം. അന്ന് റിഗയിലെ പീരങ്കി വെടികൾക്കിടയിലൂടെ ഒരു ഭ്രാന്തിയെ പോലെ ഞാൻ എന്റെ വണ്ടി ഓടിച്ചു. വണ്ടിയിൽ 50 റൊട്ടികളുമായി. റൊട്ടികളെല്ലാം പൂപ്പൽ പിടിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ? കടലാസുകൾ വെള്ളരിക്ക പൊതിയാൻ അൽത്തോട്ടിങ്കിൽ നിന്നും കിട്ടിയ ഒരു ബൈബിൾ കഷ്ണം തന്നെ ഇതാ. ഇനി ഇത് മൊറാവിയയുടെ ഒരു ഭൂപടം. ദൈവത്തിനറിയാം ഞങ്ങൾ അവിടെ എത്തുമോ ഇല്ലയോ എന്ന്. ഇനിയിപ്പോ അവിടെ എത്തിയില്ലെങ്കിൽ നമുക്കിതെല്ലാം പൂച്ചയ്ക്ക് കൊടുക്കാം. പിന്നെ എന്റെ കുതിരയ്ക്ക് കുളമ്പ് ദിനമില്ല എന്ന് കാണിക്കുന്ന മറ്റൊരു രേഖ ഇതാ. 15 ഗിൽഡറായിരുന്നു അവന്റെ വില. കുതിര വഴിയിൽ കിടന്ന് ചത്തു. കാശ് ഞാൻ കൊടുത്തിട്ടില്ല. കടലാസ്
ഇതെല്ലാം മതിയോ സർജന്റ് സാറേ? പാവം. എന്നാലേ നിങ്ങൾക്ക് മറ്റൊരു കുലുമാല് കൂടി വന്നിരിക്കുന്നു. അറിയാമല്ലോ, നിങ്ങൾക്ക് ഒരു അനുമതി പത്രം വേണം. ഒരു സ്ത്രീയോട് കുറച്ചുകൂടി ബഹുമാനം കാണിക്ക്. മലർത്തി അടിക്കുമെന്ന് മറ്റും എന്റെ മുതിർന്ന കുട്ടികളുടെ മുൻപിൽ വെച്ച് പറയാതിരുന്നൂടെ? എനിക്ക് നിങ്ങളുമായി എന്ത് കാര്യം? രണ്ടാം പ്രൊട്ടസ്റ്റന്റ് റെജിമെന്റിലെ എന്റെ അനുമതി പത്രം വളരെ സത്യസന്ധമാണ്. അത് വായിക്കാൻ അറിയില്ലെങ്കിൽ എന്റെ കുഴപ്പമല്ല. അത് റബ്ബർ മുദ്രയും തൊപ്പിയും വേണമെന്ന് എനിക്കറിയാം. ഇതാണ് അച്ചടക്കമില്ലായ്മ. സർജന്റ്, പട്ടാളത്തിൽ നമുക്ക് എന്താണ് ആവശ്യം അറിയാമോ? അച്ചടക്കം. പൊരിച്ച കോഴി എന്നാണ് ഞാൻ കേട്ടത്. പേര്? അന്ന ഫിയർലിംഗ്. ഓ, നിങ്ങൾ എല്ലാവരും ഫിയർലിംഗ് ആണല്ലേ? ഞാൻ എന്നെ പറ്റിയാണ് പറഞ്ഞത്. ഞാനേ നിങ്ങളുടെ ഈ മക്കളെ പറ്റി പറയായിരുന്നു. എന്താ എല്ലാവർക്കും ഒരേ പേര് തന്നെ വേണമെന്നുണ്ടോ? ഉദാഹരണത്തിന് ഇവനെ എടുക്ക. ഇവന്റെ പേര് ഐലീഫ് നൊയോക്കി എന്നാണ്. കൊയോക്കി എന്ന പേരുള്ള ഇവന്റെ അച്ഛനിൽ നിന്നുമാണ് ഇവൻ ആ പേര് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വിളിക്കുക എന്നാണ് അന്ന് അയാൾ എന്നോട് പറഞ്ഞത്. അതോ മൊയോക്കി എന്നാണ്. ഇവന്റെ അച്ഛന് നല്ല ഓർമ്മയാണ്. അയാളെന്ന് കരുതി ഇവൻ ഓർക്കുന്നത് വേറൊരാളെയാണ്. കൂർത്ത താടിയുള്ള ഒരു ഫ്രഞ്ചുകാരൻ. പക്ഷേ ഇവന്റെ അച്ഛന്റെ തനി ബുദ്ധിയാണ്. ഒരു കൃഷിക്കാരന്റെ പുറം തിരിഞ്ഞു നോക്കാൻ ഇട കൊടുക്കാത്ത വിധം അടിച്ചു പൊട്ടിക്കാൻ അങ്ങേർക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത പേരുകളുണ്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെടുന്നു. എന്താ അക്കാര്യം ഇനിയും മനസ്സിലായില്ല നടക്കുകയാണോ? ഇവൻ ചൈനക്കാരനാണ്. വീണ്ടും തെറ്റി. സ്വിസ്കാരൻ. ഫ്രഞ്ചുകാരന് ശേഷം ഏത് ഫ്രഞ്ചുകാരൻ? എവിടുത്തെ ഫ്രഞ്ചുകാരൻ? കാര്യം വിട്ട് കുഴക്കാതെ സർജന്റ്. ദിവസം മുഴുവൻ ഞങ്ങൾ ഇവിടെ നിൽക്കണമെന്നാണോ പറയുന്നത്? അയാളൊരു സ്വിസ്കാരനായിരുന്നു. ഫെയോസ് എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. ആ പേരിന് അയാളുടെ അച്ഛനുമായി യാതൊരു ബന്ധവുമില്ല. അയാൾക്ക് മറ്റെന്തോ പേരായിരുന്നു. അയാൾ നല്ലൊരു പട്ടാള എഞ്ചിനീയർ ആയിരുന്നു. ഒന്നാന്തരം ഒരു കുടിയനും. പിന്നെങ്ങനെയാണ് അയാളുടെ പേര് ഫെയോസ് എന്നായി മാറിയത്? നിങ്ങൾക്ക് യാതൊരു ഭാവനയും ഇല്ലല്ലോ സർജന്റ്. തീർച്ചയായും അയാളെ വിളിച്ചിരുന്നത് ഫെയോസ് എന്ന് തന്നെ. അയാൾ വരുമ്പോൾ ഞാൻ ഏതോ ഹംഗറിക്കാരന്റെ കൂടെയോ മറ്റോ ആയിരുന്നു. അയാൾക്കതൊന്നും വലിയ കാര്യമല്ലായിരുന്നു. അയാൾക്ക് അസുഖം ബാധിച്ചൊരു വൃക്കയുണ്ടായിരുന്നു. പക്ഷെ ഒരു തുള്ളി പോലും തൊട്ടിരുന്നില്ല. വളരെ സത്യസന്ധൻ. ഈ ചെക്കൻ അയാളെ പോലെ സത്യസന്ധനാണ്. പക്ഷെ അയാൾ ഇവന്റെ അച്ഛനല്ല. ഞാൻ പറയുന്നത് ഇവൻ അയാളുടെ മാതിരിയാണെന്നാണ്. ഞാൻ ഇവനെ എന്ന് വിളിക്കും. എന്താ കാരണം? വണ്ടി വലിക്കാൻ ബഹുമിടുക്കൻ. കാട്രീൻ ഹോവർഡ്, അർദ്ധ ജർമ്മൻ. നല്ലൊരു കുടുംബം പറഞ്ഞേ തീരൂ. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഈ നീണ്ടു പരന്ന ലോകമാകെ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ വണ്ടിയും ഞാനും. ശരി ശരി, ഇതെല്ലാം ഞങ്ങൾക്ക് എഴുതിയെടുക്കണം. നിങ്ങൾ ബവാറിയയിലെ ബാംബർഗിൽ നിന്നാണല്ലേ? ഓ, ഇവിടെ എന്ത് ചെയ്യുന്നു? ബവേറിയയിൽ യുദ്ധം എന്ന് പറയുന്നു. കാത്തു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല സർജന്റെ. അപ്പോൾ നിങ്ങൾ രണ്ട് കാളകളാണ് വണ്ടി വലിക്കുന്നത് അല്ലേ? ജേക്കബ് കാളയും ഇസാവ് കാളയും. രണ്ടെണ്ണോ ഈ മുഖത്തിനടിയിൽ എപ്പോഴെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? ഈ പട്ടിയെ ഇടിച്ച് തകർക്കാൻ തോന്നുന്നു. ഇരിക്കുന്നിടത്ത് ഇരുന്ന് കൊള്ളാം. മാന്യന്മാർ ഒരു ജോഡി നല്ല ബൂട്ടുകളെ പറ്റി എന്ത് പറയുന്നു? അല്ലെങ്കിൽ വേണ്ട, ഒരു അരപ്പെട്ടിരായാലോ? സർജന്റെ താങ്കളുടെ ദാണ്ടെ തേഞ്ഞു പറഞ്ഞിരിക്കുന്നു. എനിക്ക് ശ്രദ്ധിക്കാൻ വേറെ കാര്യങ്ങളുണ്ട്. നിന്റെ ഈ ചെറുപ്പക്കാർ വൃക്ഷക്കൊമ്പ് പോലെ പൊക്കമുള്ളവരും നല്ല നെഞ്ചു വിസ്താരമുള്ളവരും ഉറപ്പുള്ള കൈകാലുകളോട് കൂടിയവരുമാണ്. മറ്റെന്ത് മാതൃകളാണ് സൈനിക സേവനത്തിന് ആവശ്യമെന്ന് എനിക്കറിയണം. ഒരു പ്രയോജനമില്ല സർജന്റെ. എന്റെ മക്കൾക്ക് പട്ടാളക്കാരുടെ ജീവിതം വേണ്ട. എന്തുകൊണ്ട് വേണ്ട? അതിനർത്ഥം പണമാണ്.
പ്രശസ്തിയാണ്. ചുറ്റി നടന്ന് കച്ചവടം നടത്തി സമ്പാദിക്കുന്നത് നിങ്ങൾ സ്ത്രീകളുടെ ജോലിയാണ്. ഞാൻ ഇറങ്ങി വേണം, ഞാൻ നോക്കട്ടെ നിനക്ക് കുരുക്കുള്ള മാംസപേശിയാണ് അതോ കോഴിത്തടിയാണ്? അയ്യോ, കോഴിത്തടി തന്നെ. തറപ്പിച്ചൊന്ന് നോക്കിയാ മതി, ചെക്കൻ പേടിച്ച് താഴെ വീഴും. അവൻ തനിക്കുള്ളതല്ലോ, വെറുതെ വിടറവനെ. അവൻ എന്നെ പട്ടിയെന്ന് വിളിച്ച അധിക്ഷേപിച്ചു. പിന്നെ അമ്മ ഇപ്പൊ പുറത്തു പോയിട്ട് ഈ ബന്ധം നന്നായി എന്ന് കൈകാര്യം ചെയ്യും. അമ്മ വിഷമിക്കണ്ട, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഛെ, വായെടുക്കടാ. ആരോടെങ്കിലും യുദ്ധം ചെയ്തില്ലെങ്കിൽ ഒരു സ്വസ്ഥതയുമില്ല അവന്. ഉദ്യോഗസ്ഥ, അവന്റെ ബൂട്ടിനടിയിൽ നല്ല ഒന്നാം തരം ഒരു കത്തിയുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൻ നല്ല വൃത്തിയായിട്ട് അറിയാം. അത് ഞാൻ പിള്ളപ്പല്ല് പറിച്ചെടുക്കുന്നുണ്ട്, ഇനി പറിച്ചെടുക്കും. തന്നെ കുറിച്ച് ഞാൻ കേണലിന് പരാതിപ്പെടും. കേണൽ തന്നെ ജയിലിലടിക്കും. താനേ എന്റെ ഊമയായി മോളെ പിടിക്കാൻ വന്നു. സഹോദര, അത് കാര്യമാക്കണ്ട. യുദ്ധസേവനത്തിനെതിരെ പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? ഇവന്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നില്ലേ? ഒരു പട്ടാളക്കാരനെ പോലെയാണ് അയാൾ മരിച്ചത്. നിങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞു. അദ്ദേഹം മരിച്ചു, പക്ഷേ ഇത് വെറും കുഞ്ഞ്. യുദ്ധക്കളത്തിലേക്കെന്ന് പറഞ്ഞ ഇവനെ കൊണ്ടുപോകുന്നത് കൊലക്കളത്തിലേക്കാണ്. എനിക്ക് നന്നായി അറിയാം. പകരം നിനക്കൊക്കെ 5 സ്വർണ്ണ നാണയം കിട്ടും. അതിനു മുമ്പായിട്ട് അവനൊരു പുതിയ തൊപ്പിയും ബൂട്ടുകളും കിട്ടുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? വരൂ, മീൻ പിടിക്കാൻ പോകാം. മീൻ പിടുത്തക്കാരൻ ഇരയോട് പറഞ്ഞു, ഓടിച്ചെന്ന് സകലരോടും പറയ ഇവർ നിന്റെ സഹോദരനെ മോഷ്ടിച്ചോണ്ട് പോകാൻ കരുതുന്നത്. പോടാ. നിനക്ക് മോഷ്ടിക്കണമല്ലേ? യുദ്ധത്തിന് കൊണ്ടുവിടല്ലേ? കളയും ഞാൻ. തുണിത്തരങ്ങളും ഇറച്ചിയും മറ്റും വിറ്റ് നടക്കുന്ന സമാധാനപ്രിയരായ പാവങ്ങളാണ് ഞങ്ങൾ. നിങ്ങൾ സമാധാനപ്രിയരായ ആൾക്കാർ തന്നെ. ഈ കത്തി അതിന് നല്ല തെളിവാണ്. നാണമില്ലല്ലോ ആ കത്തിക്ക്. യുദ്ധമില്ലാതെ ജീവിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. മറ്റെന്തൊക്കെ ഒഴിവാക്കിയാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്? പട്ടാളക്കാരില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? അവർ എന്റെ തന്നെ ആകണമോ? അത്രേ ഉള്ളൂ. പീച്ചുമരത്തിലെ കുഴികളും മുഴകളും എല്ലാം യുദ്ധം അങ്ങ് വിഴുകിക്കോളും. നിന്റെ ഈ സന്തതികൾ യുദ്ധം കൊണ്ട് തടിച്ചങ്ങ് വീർക്കും. പാവം യുദ്ധം. പകരമായി യാതൊന്നും ആവശ്യപ്പെടുന്നില്ല. അതിന് സ്വയം രക്ഷിക്കാനറിയാം. മദർ കറേജ് എന്ന് പറഞ്ഞ് നടന്നിട്ട് നിനക്കൊക്കെ അപ്പം തരുന്ന യുദ്ധത്തെ നിങ്ങൾ ഭയം നോടുന്നു. നിന്റെ ഈ മക്കൾ പേടിത്തൊണ്ടന്മാരല്ല, അതെനിക്ക് നന്നായി അറിയാം. യുദ്ധം എന്നെ ഭയപ്പെടുത്തുന്നില്ല. പിന്നല്ലാതെ ഒരു പട്ടാളക്കാരന്റെ ജീവിതം എനിക്ക് യാതൊരു ഉപദ്രവവും നൽകിയിട്ടില്ല. ഉണ്ടോ? 17ാമത്തെ വയസ്സിൽ ഞാൻ പട്ടാളത്തിൽ ചേർന്നതാണ്. 70 ആയിട്ടില്ലല്ലോ. ഭൂമിയിലാവില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഞാൻ മരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതാണ് നിന്റെ വിധിയെങ്കിലോ, അതാണ് സത്യമെങ്കിലോ, അവധി കിട്ടിയ വെറും ഒരു ശവമാണ് നീ എന്ന് ഞാൻ മനസ്സിലാക്കുന്നെങ്കിലോ? അവർക്ക് ജ്ഞാനദൃഷ്ടിയുണ്ട്. എല്ലാവരും അങ്ങനെ പറയുന്നു. അവർക്ക് ഭാവി പ്രവചിക്കാനാ. എങ്കിൽ നമ്മുടെ സർജന്റിന്റെ ഭാവി ഒന്ന് പ്രവചിക്കും. അതൊക്കെ നല്ല രസമായിരിക്കും. എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവുമില്ല. എന്തും ചിരിക്കു വകയാണല്ലോ. ഐലിഫ്, സിസ്റ്റേഴ്സ്, കാത്രീൻ, ഇതുപോലെ കഷ്ണങ്ങളായി കീറിപ്പോകും. നമ്മളെല്ലാവരും യുദ്ധത്തിലേക്ക് സ്വയം വലിച്ചെടുപ്പിക്കാൻ അനുവദിച്ചാൽ ഒരു വിലപേശലിനൊടുവിൽ ഇത് നിങ്ങൾക്ക് സൗജന്യമായി ചെയ്തു തരാം. ശ്രദ്ധിക്ക്, മരണം മരണം കറുത്തതാണ്. ഈ കടലാസിന്റെ ഒരു പുറത്ത് ഞാനൊരു കറുത്ത കുരിശ് വരയ്ക്കും. നോക്കൂ, മറ്റു കഷ്ണങ്ങളിൽ അവർ ഒന്നും വരയ്ക്കുന്നില്ല. എന്നിട്ട് അവ മടക്കി ഈ തൊപ്പിക്കകത്തിട്ട് കലർത്തും. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും വന്ന നമ്മളെ പോലെ കൂട്ടിക്കലർത്തും. എന്നിട്ട് നറുക്കെടുക്കൂ, ഫലമറിയൂ. ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. മറ്റുള്ളവർ അങ്ങനെ കരുതണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇതിനകം മുഴുവൻ ഒഴിഞ്ഞ സ്ഥലമാണല്ലോ.
വിളിക്കുകയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ പോകണം. ആഴ്ചയിൽ എല്ലാ ദിവസവും യുദ്ധമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് പണിക്ക് പോകേണ്ടതായിട്ടുണ്ട്. നരകം, നാശം, ഇതുമായിട്ടങ്ങ് പോകാനൊന്നും പറ്റില്ല. നിന്റെ ഈ തെമ്മാടിയെ ഞങ്ങൾക്ക് വിട്ടുതരും. അവനെ ഞങ്ങൾ നല്ലൊരു പട്ടാളക്കാരനാക്കാം. അമ്മ, എനിക്കൊരു പട്ടാളക്കാരനാണ്. അവനും അയ്യോ, അറിഞ്ഞില്ലായിരുന്നല്ലോ. നിനക്കൊക്കെ വേണ്ടി ഞാനിനി നറുക്കെടുക്കാം. അമ്മയുടെ അടുത്ത് നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ചെകുത്താന്മാർ പൂച്ചയെ പാൽക്കുടത്തിനടുത്തേക്ക് എന്ന പോലെ യുദ്ധത്തിലേക്ക് സ്വയം വലിച്ചടുപ്പിക്കുന്നു. നിനക്ക് കിട്ടിയിരിക്കുന്ന കറുത്ത കുരിശ് കണ്ടോ? നീ പട്ടാളത്തിൽ ചേർന്നാൽ നീ മരിക്കും, സംശയമില്ല. നീ പേടിച്ച് മൂത്രം ഒഴിക്കുന്നതാണെങ്കിൽ ഞാൻ നിന്റെ അനിയനെ നോക്കാം. സിസ്റ്റേഴ്സ്,